നമുക്ക് വലിയൊരു മറവിയുണ്ട്. ചില കാര്യങ്ങൾ വളരെ സൗകര്യപൂർവ്വം നമ്മൾ മറക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഇരിക്കുന്നതിൽ 60 വയസ്സിന് മീതെ പ്രായമുള്ളവരുടെ ഓർമ്മയിൽ ഇതുപോലെ മനുഷ്യർ രോഗികളായിരുന്നില്ലല്ലോ. കുട്ടികൾക്ക് രോഗങ്ങളൊന്നും വന്നിരുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ ഒരുത്തന് മൂക്കിൽ നിന്ന് ഇങ്ങനെ സദാ ഒലിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് അവന് ഞങ്ങളൊരു പേരിട്ടു മൂക്കട്ട ചാമ്പ്യൻ. അപൂർവമായിരുന്നു. കഫമുള്ള കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമാണ്. ഇന്ന് സകല കുട്ടികളും കഫരോഗികളാണ്. മാസത്തിൽ 1-2 ദിവസം കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂക്കടപ്പ്, അതിന് സ്പ്രേ, കഫമരുന്ന്, അത് കഴിച്ച് കുറേ കുട്ടികൾ മരിക്കുന്നു. അത് കഴിക്കുന്നതിൽ മരിക്കാത്ത കുട്ടികൾക്ക് കരളിന് കേടുവരും, ദഹനം താമസിക്കും. വളരെ കാലം കഴിഞ്ഞ് അതിൻ്റെ കുഴപ്പങ്ങൾ അവർ അറിയുള്ളൂ. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് കഫമരുന്നുകൾ. ഒരു മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ടുള്ള വിശദീകരണം പുറകെ തരാം. അപ്പോൾ ബോധപൂർവം വരച്ച വരയിലൂടെ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിശ്ചയിക്കുന്ന രോഗങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കൊല്ലവും പനി കൊണ്ട് കുറച്ച് ആളുകൾ കേരളത്തിൽ മരിക്കും. അത് ഓരോരോ പേര് പറഞ്ഞ് പുതിയ പുതിയ പനികളുടെ പേരിലാണ് മരിക്കുന്നത്. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാറ്റൺ മടക്കി ഗാലറിയിൽ പോയിരുന്ന് കളി കാണാൻ തുടങ്ങി. അവർ പിന്നെ വന്നില്ല. കൊറോണ, നമ്മുടെ കൂട്ടത്തിലുള്ള കൊറോണ കളിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി കളിക്കേണ്ട ആവശ്യമില്ല എന്ന് എലിപ്പനിയും ഡെങ്കിപ്പനിയും തക്കാളിപ്പനിയും പന്നിപ്പനിയും പക്ഷിപ്പനിയും കോഴിപ്പനിയും വവ്വാല് പനിയൊക്കെ അങ്ങോട്ട് തീരുമാനം എടുത്തു. എന്താ ആ വർഷങ്ങൾ വേറെ ഒരു രോഗം കേരളത്തിലെ പകർച്ചവ്യാധി ആയില്ല, ആള് ചത്തൂല്ല. കുറെ നുണ കഴിഞ്ഞപ്പോഴോ 30,000 ആളുകളാണ് മരിക്കുന്നതിന് പകരം കേരളത്തിൽ തുടർന്ന് ജീവിച്ചത്. ഞാനൊരു വിവരാവകാശം കൊടുത്തു. കേരളത്തില് 2019, 2020 മരണനിരക്ക് എത്ര പേര് മരിച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് ജയിലിലിട്ട KK ശൈലജ ഒരു ചെറിയ വാർത്ത കൊടുത്തു. കേരളത്തിൽ 30,000 മരണങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഈ കൊല്ലം എന്ന് പറഞ്ഞിട്ട്. കാരണം അത് കഴിഞ്ഞാൽ ഞാനിതെടുത്തിട്ട് അടിക്കുമെന്ന് അവർക്കറിയാം. ഒരാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതെടുത്തിട്ട് പുറത്തിട്ട് അടിക്കുമെന്നറിയാം. ഇതെങ്ങനെ കുറഞ്ഞു? കോവിഡിന്റെ സമയത്ത് എങ്ങനെയാണ് കേരളത്തില് 30,000 പേരുടെ മരണം കുറഞ്ഞത്? ആരും ഒരു പഠനം ഇതിനെക്കുറിച്ച് നടത്താത്തത് എന്താ? ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്താ? ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളില് എന്നെല്ലാം ഡോക്ടർമാര് സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം രോഗികളുടെ മരണനിരക്ക് കുറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലും ഡോക്ടർമാരുടെ സമരം ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അവർക്ക് ഈ കുഴപ്പം അറിയാവുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് പിൻവലിക്കും. നീണ്ടു നിൽക്കുന്ന സമരം ഇപ്പോൾ ലോകത്തോരിടത്തും ഡോക്ടർമാർ നടത്തൂല. കാരണം നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വരും. പക്ഷെ അപ്പോൾ പോലും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരും സമരം ചെയ്യുമ്പോൾ അങ്ങനെ ആളുകൾ കൂട്ടത്തോടെ മരിച്ചതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1-2 മരണങ്ങൾ ഡോക്ടർമാർ സമരത്തിലായതുകൊണ്ട് അപകടം പറ്റി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായില്ല. അങ്ങനെ കേൾക്കുന്നതല്ലാതെ ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ സമരം ചെയ്തപ്പോഴും രോഗികൾ 10-50 പേര് 100 പേര് 200 പേര് മരിച്ചത് നമ്മൾ കേട്ടിട്ടില്ല, കേൾക്കുന്നുമില്ല, കേൾക്കുകയുമില്ല. വാസ്തവത്തിൽ ഇന്ന് ഈ മെഡിക്കൽ സർവീസ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ അപകടമാണ്. വിമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ട്രെയിനിനേക്കാളും ബസ്സിനേക്കാളും കാറിനേക്കാളും ബോട്ടിനേക്കാളും. 10 ലക്ഷം യാത്രക്കാരിൽ ഒരാൾക്ക് മരണം എന്നുള്ളതാണ് വിമാനയാത്രയുടെ ഒരു കണക്ക്. എന്നാൽ ആശുപത്രിയിലേക്ക് പോകുന്ന 300 പേരിൽ ഒരാൾക്ക് മരണം, ചികിത്സ കൊണ്ടുള്ള മരണം. ഇതാണ് അവസ്ഥ. അമേരിക്കയിൽ ഹൃദ്രോഗവും ക്യാൻസറും കഴിഞ്ഞാൽ 3ാമത്തെ പ്രധാനപ്പെട്ട മരണകാരണം ചികിത്സയാണ്, മരുന്നുകളാണ്, ആശുപത്രിയാണ്. അമേരിക്കയിൽ ഡോക്ടർമാർക്ക് ഒരു യെല്ലോ പേജ് കൊടുക്കും. ഏതെങ്കിലും ഒരു രോഗി അസാധാരണമായ രീതിയിൽ മരിക്കുകയോ
ഒരു മരുന്ന് കഴിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു ലക്ഷണം ഉണ്ടാവുകയോ ചെയ്താൽ ADR അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ബ്രിട്ടനിലൊക്കെ അത് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമാണ് ഡോക്ടറുടെ. അതുകൊണ്ട് അവരെഴുതും, ഞങ്ങൾ അസോറാൻ കൊടുത്തു, അത് കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രോഗിക്ക് BP ഭയങ്കരമായിട്ട് ഡൗൺ ആയി, പിന്നെ മറ്റൊരു മരുന്ന്, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു 100 കേസുകൾ ഇതുപോലെ അസോറാൻ കഴിച്ചിട്ട് ഈ കുഴപ്പം വന്നിട്ടാണെങ്കിൽ ഉടനെ ഡ്രഗ് ഏജൻസി അത് പരിശോധിക്കും. കാരണം ക്ലിയർ ആണല്ലോ, ഈ മരുന്ന് കൊടുത്ത 100 പേർക്ക് 2 മണിക്കൂറിനുള്ളിൽ BP വളരെ താഴെ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന്റെ പാൽപിറ്റേഷൻ വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല. അതൊക്കെ കോഴി കൂകിയിട്ട് മരിക്കുന്നതാണ്, എലി കുത്തിയിട്ട് അല്ല എലി കടിച്ചിട്ട് മരിക്കുന്നതാണ്, അല്ലെങ്കിൽ എലി മൂത്രമൊഴിച്ചിട്ട് മരിക്കുന്നതാണ്. ഇതൊക്കെ വിശ്വസിക്കാനിരിക്കുന്നവരാണ് നമ്മൾ. അവിടെ ഇങ്ങനെയുള്ളൊരു കളി നടക്കില്ല, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ. കോഴിക്കോട് വയസ്സി എന്ന ഡോക്ടർ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. അവരെഴുതി വച്ചിരുന്നു, മാറാ രോഗം കൊണ്ട് 2 പേരും വലയുകയാണ്, മക്കൾക്ക് ഭാരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്ത് ലേക്ക് ഷോറിൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു, കിഡ്നി സ്പെഷ്യലിസ്റ്റ്. അങ്ങേരുടെയും രോഗം മാറാതെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. 10 ദിവസം നേച്ചർ ലൈഫിൽ വന്ന് നിന്നിരുന്നെങ്കിൽ മാറണ കാര്യത്തിന്. അപ്പോൾ ഇതാണ് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അവസ്ഥ. ഇപ്പൊ എവിടെയാണ് ഗുരുതരമായ തകരാറുള്ളത്? ഇവരെ വിശ്വസിച്ച് ആരോഗ്യം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് ആരോഗ്യ നിരക്ഷരരായിട്ട് ഡോക്ടർമാരെ അനുസരിക്കുന്നവരായിട്ട് അവരുടെ മുമ്പിൽ കിടന്നു കൊടുത്തിട്ട് പറയുക, ഡോക്ടറെ ഞാനൊരു 2 ലക്ഷം രൂപ തരാം, എന്നെ ആദ്യം ബോധം കെടുത്തുക, ഈ ബോധമാണ് എൻ്റെ ശത്രു, എന്നെ ആദ്യം ബോധം കെടുത്തുക, എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ അവയവം എടുത്ത് മാറ്റിയ ഡോക്ടർ എന്ത് വേണമെങ്കിലും എടുത്ത് മാറ്റിക്കോ. എൻ്റെ ഉള്ളിലിരിക്കുന്ന തൈറോയിഡ് മാറി കഴിയുമ്പോൾ എനിക്ക് സുഖമാകും ഡോക്ടറെ, എൻ്റെ യൂട്രസ് ഇരിക്കുന്നതാണ് എൻ്റെ ഒരു കുഴപ്പം, അതുകൊണ്ട് കളയുമ്പോൾ ഞാൻ സുഖമാകും. ഏതെങ്കിലും ഒരു അവയവം ആവശ്യമില്ലാത്തതിനുള്ളിൽ ഇരിപ്പുണ്ടോ? അപ്പോൾ ആരോഗ്യ നിരക്ഷരരാണ് നമ്മൾ. അതാദ്യം നമ്മൾ സമ്മതിച്ചേ തീരൂ. അതിനുള്ള വിനയം ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ.